ടാരോയെ കുറിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പ്രധാനമായിട്ടും രണ്ട് രീതിക്കാണ് ആളുകൾ ടാരോനെ കാണുന്നത്. ഒന്ന്, അത് അന്ധമായി വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. രണ്ട് എന്ന് പറയുന്നത് അതിനെ വിമർശനാത്മകമായി കണ്ട് ഇത് തട്ടിപ്പാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയിലുമാണ് ടാരോ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ടാരോ കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടാരോ വായന കൊണ്ട് എന്ത് സാധിക്കും, എന്ത് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ടാരോ വായന കാണുന്നൊരു വ്യക്തിയാണ്, ടാരോ റീഡിംഗ് ഇഷ്ടമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വ്യക്തത അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരു ക്ലാരിറ്റി നൽകാനാകും. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൺലൈനിൽ ടാരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ടാരോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരാം, എങ്ങനെ ക്ലാരിറ്റിയോട് ജീവിക്കാം എന്ന് പറഞ്ഞു കൊടുക്കലാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെയുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ക്യൂരിയോസിറ്റി. താങ്കളുടെ ക്യൂരിയോസിറ്റിക്ക് ഞാൻ നന്ദി പറയുന്നു, ജിജ്ഞാസയ്ക്ക്. സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ടാരോയ്ക്ക് സാധിക്കുക, എന്താണ് ടാരോയ്ക്ക് സാധിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ടാരോ എന്ന് പറയുന്നത് ഒരു ഭാവി കഥനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല. അത് നമ്മുടെ നാട്ടിൽ ടാരോ എന്ന് പറയുന്നത് പൊതുവെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രചാരം വല്ലാത്ത രീതിയിൽ നടക്കുന്നത് കോവിഡ് സമയത്താണ്. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരത്തിൽ പൊതുവെ ഒരു ഭാവി കഥനം, നമുക്ക് ജ്യോതിഷമുണ്ട്, സംഖ്യാശാസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ പൊതുവെ ആ ഒരു കൾച്ചറിലേക്ക് ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് വെച്ചാൽ, ടാരോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിറർ മാതിരിയാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടി നോക്കിയിട്ട് ഞാൻ സുന്ദരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്താണോ അതേ അതിന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതിന് സമാനമായ രീതിയിലാണ് ടാരോ വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ താങ്കൾക്കൊരു എക്സാമ്പിൾ നൽകാം. നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് എക്സാമ്പിൾ നൽകാം. അത് കുരുക്ഷേത്ര ഭൂമിയിൽ നമുക്ക് എക്സാമ്പിൾ നൽകുന്നു. അതിൽ നമുക്ക് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. നമുക്ക് ഭഗവത്ഗീത എന്നറിയാം. അതിൽ താങ്കൾ നോക്കിയാൽ കാണാൻ പറ്റും, അർജുനൻ ഒരിക്കലും കൃഷ്ണനോട് ചോദിക്കുന്നില്ല ഈ യുദ്ധത്തിൽ ആര് ജയിക്കും, ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കും. അത്തരം ചോദ്യങ്ങളല്ല അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാതെ അർജുനൻ നിൽക്കുമ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് ഉപദേശം നൽകുകയാണ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ നമ്മൾ സ്റ്റക്കായി പോകുമ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു തരാനുള്ള ഉപകരണമാണ് ടാരോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് എപ്പോൾ ജോലി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് ഉത്തരം നൽകാൻ പറ്റില്ല. കാരണം എപ്പോൾ എന്നുള്ളത് ആ വ്യക്തിയുടെ കയ്യിലാണുള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മറ്റൊരു ഇതിൽ സംഭവം പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു ഭയങ്കര ഒരു ഭാവികഥനം നടത്തുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസിയെ പരീക്ഷിക്കാൻ രണ്ട് യുവാക്കൾ തീരുമാനിച്ചു. അതിലൊരു വ്യക്തി അദ്ദേഹത്തിന് ഒരു കിളീനെ കൊണ്ടുപോയി. കിളിക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്യാസിയോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ എന്താണെന്നുള്ളത്. അപ്പോൾ സന്യാസി പറഞ്ഞു, കിളിയാണ്, കിളി ബാക്കിൽ. കിളിക്ക് ജീവനുണ്ടോ അതോ കിളി മരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസിക്ക് അറിയാം, ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ഞെക്കി കൊല്ലും. അപ്പോൾ മരിച്ചു എന്ന് പറയാൻ പറ്റില്ലോ. മറിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ കിളീനെ വിടുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അത് നിന്റെ കയ്യിലുള്ള പോലെ, നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. സമാനമായ രീതിയിൽ ഒരു വ്യക്തി വന്ന് എനിക്ക് എപ്പോൾ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് പറയാൻ കഴിയും? എന്താണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ തടസ്സം, എന്ത് ആ വ്യക്തിക്ക് ചെയ്യണം. അതായത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് താങ്കളിപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന രീതിയിൽ ഒരു ഡയറക്ഷൻ നൽകാനായിട്ട് ആരോഗ്യം പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. ടാരോ എന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സ്, അതായത് ഉപബോധ മനസ്സിനെ മനസ്സിലാക്കി അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ടൂളാണിത്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. ഇനി ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് പറയാം, പക്ഷേ ഡയറക്ഷനും കിട്ടണമെങ്കിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കണം. എപ്പോഴും ചോദ്യത്തിലാണ് ഉത്തരവിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, അവൻ എപ്പോൾ വരും അല്ലെങ്കിൽ അവർ എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ഉത്തരങ്ങൾ പറയാനായിട്ട് ടാരോയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ടാരോയ്ക്ക് മറിച്ച് എന്ത് പറയാൻ പറ്റും? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, എന്താണ് തടസ്സം, എന്ത് പാഠമാണ് താങ്കൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ വേറൊരു സംഭവം താങ്കളോട് പറയാം. അതും ഞാൻ ഇന്ന് പുരാണങ്ങളിൽ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാഭാരതത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് യമ യമനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ഒരു ഒരു ഇതുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നില്ല. കോൺടെക്സ്റ്റ് ഇതാണ്. അതിൽ ഇവർ കാട്ടിലുള്ള സമയത്ത് ഒരു ദിവസം ഭയങ്കര ദാഹം തോന്നിയിട്ട് വെള്ളം വേണം. അപ്പോൾ വെള്ളം അന്വേഷിച്ച് നകുലൻ പോവുകയാണ്. നകുലൻ സഹദേവൻ, നകുലൻ തന്നെയാണ് പോകുന്നത്. അല്ല, സഹദേവനാണെന്നോ, നകുലനോ സഹദേവനോ, സംബഡി ഗോസ് ഫസ്റ്റ്. അപ്പോൾ ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു തടാകം കാണുന്നു. ആ തടാകത്തിൽ ആരുമില്ല, അവിടെ ഒരു കൊക്ക് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കൊക്ക് പറയുന്നു, ഈ തടാകത്തിലെ വെള്ളം പോയ്സൺ ആണ്, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല മാത്രമേ ഇത് പോയ്സൺ അല്ലാതെ ആകുമെന്ന് പറയുന്നു.
നകുലിനാണെന്ന് തോന്നുന്നു. നകുലിനത് അവോയ്ഡ് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു, അദ്ദേഹം അവിടെ മയങ്ങി വീഴുന്നു, മരിച്ചു പോകുന്നു. പിന്നാലെ സഹദേവൻ വരുന്നു, അദ്ദേഹം അത് തന്നെ ചെയ്യുന്നു. അങ്ങനെ അർജുനനും ഭീമനും വന്ന് ലാസ്റ്റാണ് യുധിഷ്ഠിരൻ വരുന്നത്. അപ്പോൾ നാലുപേരും മയങ്ങി കിടക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊക്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഞാനിത് തരാമെന്നുള്ളതാണ്. ഓക്കെ എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ഉത്തരം പറയാൻ നോക്കുന്നു. ഉത്തരങ്ങൾ ആ കൊക്ക് ചോദിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഉദാഹരണത്തിന് അവർ ചോദിക്കുന്നത് ഭൂമിയെക്കാട്ടിലും ഹെവി ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ഹെവിയർ ദാൻ എർത്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു അമ്മയാണെന്ന് പറയും. സ്വർഗത്തെക്കാളും വലുതായിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛനാണെന്നാണ് പറയുന്നത്. അതേപോലെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ദേഷ്യമാണെന്നാണ് പറയുന്നത്. കാറ്റിനേക്കാളും വേഗത്തിൽ പോകുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മനസ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ ഈ പുല്ലിനേക്കാളും വേഗത്തിൽ വളരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിന്തകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവർ താങ്കളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ റീഡിംഗ് ഇടുമ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യന് 60,000 മുതൽ 70,000 വരെ ചിന്തകൾ കടന്നു പോകുന്നതാണ് പറയുന്നത് മനഃശാസ്ത്രജ്ഞർ. അതായത് പുല്ലിനേക്കാളും വേഗത്തിൽ വളരുന്നത്. അത് ഒരു കാർഡ് എടുത്ത് വെച്ച് വായിക്കാൻ പറ്റുമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മിഥ്യാധാരണയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അതിന് പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അറിവ് എന്താണ് നമ്മൾ അറിയേണ്ടത് എന്ന് ചോദിച്ച് അതിന് ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഇനി അവിടം കൊണ്ടും അത് പൂർണ്ണമാവുന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം, അറിഞ്ഞിട്ട് പോലും ചെയ്യാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. ഉദാഹരണത്തിന് രാമായണത്തിൽ തന്നെ നമ്മൾ രാവണനെ അറിയാം. രാവണൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അദ്ദേഹം വളരെ പണ്ഡിതനായിട്ടൊരു വ്യക്തിയാണ്. രാക്ഷസനാണെങ്കിലും അദ്ദേഹത്തിന് ജ്യോതിഷത്തിലൊക്കെ നല്ല അറിവുള്ള വ്യക്തിയാണ്. ശരിക്കും രാവണനെ അറിയാം സീതനെ അപഹരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുക. ഹീസ് അവെയർ ഓഫ് ഹിസ് ഫെയ്റ്റ്. എന്നിട്ടും അത് ചെയ്യുന്നത് അജ്ഞത കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അറിഞ്ഞാലും അത് മനസ്സിലാക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഇതിന് ടാരോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ GPS എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരാണ് ഇരിക്കുന്നത്, ഞാൻ എറണാകുളത്തേക്ക് പോകുന്നു. നാച്ചുറലി ഞാൻ പോകുമ്പോൾ കാറിൽ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ മാപ്പിട്ട് പോകും. മാപ്പിട്ട് പോകുമ്പോൾ അത് GPS നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എപ്പോൾ എത്തും എവിടെ നിന്ന് കാണിക്കും. ഇതേപോലെ ഒരാൾ യാത്രയാണെന്ന് കരുതുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ കാറിൻ്റെ ടയർ പഞ്ചറായിപ്പോയി. അതിന് അയാൾ GPS കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിൽ 2 മണിക്കൂർ മുമ്പ് എത്തുന്നു, അല്ലെങ്കിൽ വണ്ടി കേടായിപ്പോയി. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ടാരോയ്ക്ക് ഒരു ഡയറക്ഷൻ കാണിക്കാനേ പറ്റുള്ളൂ. ആ ഡയറക്ഷനിൽ അവിടെ എത്തുന്ന ടാരോ ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല. ഇത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നടന്നു, അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് ഈ ടാരോ റീഡേഴ്സിനൊക്കെ കുറ്റം പറയുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് എവിടെ ചോദ്യങ്ങളുടെ ഒരു ക്ലാരിറ്റി വേണം. 2 എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഇത് പറ്റില്ല. 3 എന്ന് പറയുന്നത് അറിവുണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്താലേ കാര്യമുള്ളൂ. 4 എന്ന് പറയുന്നത് നമുക്കത് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കല്പമാണ്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു ഇങ്ങനെ പോകുന്നു, ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ അറിയാനാണ് ടാരോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ആഴത്തിലറിയാനും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മളിപ്പോൾ ടാരോയിൽ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത്, ഞാൻ തന്നെ ദിവസവും റീഡിംഗ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിൽ കുറ്റം തോന്നാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീഡിംഗ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഇട്ട് തുടങ്ങിയതാണ്. ഷോർട്സ് ഒരു എന്താ പറയുക, 1.25 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2 ഷോർട്സ് രാവിലെയും വൈകുന്നേരം ഇടും. ഒരു ജനറൽ റീഡിംഗ്. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് തുടങ്ങിയത്, എൻ്റെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ന് ക്ലാസ്സിൽ അധികമായിട്ട് റിയലായിട്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ടത്. പക്ഷേ എനിക്ക് അറിയാം, ഈ കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ 80% പേരുടെ ജീവിതത്തിലും ഒരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷെ അവർ എല്ലാ ദിവസവും അതൊന്ന് കാണും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പോസിറ്റീവ് ഇത് കിട്ടുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞോളട്ടെ, ഇതൊരു ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വയറുവേദനയുണ്ട്. നമ്മളതിന് ദിവസവും പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് ആ നേരത്തെ വേദനയെ പോകുന്നുള്ളൂ, അല്ലാണ്ട് വയറുവേദന ശാശ്വതമായിട്ട് മാറുന്നില്ല. അതേപോലെ നമ്മളിപ്പോൾ റീഡിങ് കാണുമ്പോൾ നമുക്ക് രാവിലെ നമുക്കൊരു സന്തോഷം, പക്ഷേ പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വൈകുന്നേരം കാണുമ്പോൾ ഒരു സന്തോഷം, പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, ഒരു പക്ഷേ നമ്മളൊരു പുകവലിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു നേരത്ത് മദ്യപിക്കുന്ന പോലെയോ, അതായത് ആ പ്രശ്നം മാറുന്നില്ല, അപ്പം മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ടാരോ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ആഴത്തിൽ പറയുന്നത്, നമ്മളൊരു ലോങ് ടേം സൊല്യൂഷൻ നോക്കൂ എന്നുള്ളതാണ്. അതായത് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെയാണ് ചികിത്സിക്കേണ്ടത്. അല്ലാതെ പെയിൻ കില്ലർ തന്നുകൊണ്ട്
നമുക്ക് അധികകാലം, കാരണം അങ്ങനെ എത്തുമ്പോൾ, ഒരു കാലഘട്ടം എത്തുമ്പോൾ ഈ കാണുന്നവർ തന്നെ നമ്മളോട് ഇതാക്കാണ്, ഒരു മാറ്റവും വന്നില്ലല്ലോ, ഞാനത് വിശ്വസിച്ചു. ചില റീഡിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, 42 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് സംഭവിച്ചിരിക്കും, ഇത്രയും ദിവസം ഇത്രാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കും. അങ്ങനെ ഒന്നും പ്രവചിക്കാനുള്ള ഒരു പ്രവചനാത്മകമായിട്ടുള്ള ഒരു ടൂളേ അല്ല ടാരോ എന്ന് ഞാൻ പറഞ്ഞോളട്ടെ. അതിനുള്ള ചില കാർഡുകളുണ്ട്, അതിന് ഒറക്കിൾ കാർഡുകൾ എന്ന് പറയും. ടാരോ ഉപയോഗിച്ച് ഭാവികതനം നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ ഡിഫറെൻറ്റ് സ്പീഷീസാണ്, അവർക്ക് പ്രത്യേക ഡിവിനിറ്ററി സ്കിൽസ് ഉള്ള ആളുകളാണ്. അല്ലാതെ എല്ലാവരും എന്താ പറയുക, വാളെടുത്തത് കൊണ്ട് യോദ്ധാവാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവർക്കെല്ലാം നിങ്ങൾക്ക് ഗൈഡൻസ് നൽകാൻ പറ്റും പ്രോപ്പറായിട്ട്. ഒരു പക്ഷേ ഇത് മാർക്കറ്റ് ഡിമാൻഡ് കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഞാനൊരു വിമർശിക്കല്ല, ഞാനും അത് ചെയ്ത ആളാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അതൊരു വിമർശനമല്ല. അതൊരു വ്യക്തിക്ക് മനസ്സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞ് നമുക്ക് അതിനോട് നിരാശ തോന്നും, ഏത് കാര്യമാണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഈ ടാരോ തട്ടിപ്പാണ്, ഉഡായിപ്പാണ് എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടാരോയ്ക്ക് എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ തടസ്സം, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മുടെ ചുറ്റുപാട്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മളത് ചെയ്തു നോക്കണം. ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഇപ്പോൾ GPS ഇട്ട് പോകുമ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റും. അതേപോലെയാണ് നമ്മളിതിനെ സമീപിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു ജാതകത്തിൽ കാണുന്ന പോലെ, ജാതകം എന്ന് പറയുന്ന ആൾക്കറിയാം കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. നമ്മൾ ജനിച്ച സമയം, ജനിച്ച സ്ഥലം, ജനിച്ച നാള്, ഇതെല്ലാം നോക്കിയിട്ട് ആണ് ഇത് എഴുതുന്നത്, നമ്മളെ തലക്കുറി എഴുതുന്നത്. അതിനുശേഷം അത് പ്ലാനറ്റ്സിൻ്റെ മോഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ടാരോ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ടാരോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പഞ്ചഭൂതങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ പഞ്ചഭൂതങ്ങൾക്ക് 5 എനർജി ഉണ്ട്. അതായത് ഒരു മനുഷ്യന് 5 നീഡ്സാണ് പ്രധാനമായിട്ടുള്ളത്. 1 ആഗ്രഹങ്ങൾ, 2 വൈകാരികമായിട്ടുള്ള സപ്പോർട്ട്, 3 ബുദ്ധി, 4 പണം. ഇത് കൂടാതെ ജീവിതത്തിൽ എന്താണ് അർത്ഥം എന്നറിയണം. ഈ 5 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ഉപകരണമാക്കിയാൽ മാത്രമേ ഈ ടാരോ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അതിനെ അന്ധമായിട്ട് വിശ്വസിച്ചൊരു കാലഘട്ടം എത്തുമ്പോൾ ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കും, അല്ലെങ്കിൽ ഇത് ഉഡായിപ്പാണ്, തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ടാരോ പഠിപ്പിക്കുമ്പോൾ ഒരു ഭാവികഥനം എന്ന രീതിക്കല്ല പഠിപ്പിക്കുന്നത്. എപ്പോഴും ക്ലാരിറ്റി, എന്താണ് സംഭവിക്കുന്ന ആ രീതിക്കാണ്. പക്ഷേ ഒരു മാർക്കറ്റ് ഡിമാൻഡ് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ചെറുതായിട്ട് ഫ്ലക്ച്വേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ എന്നാലും അവരൊക്കെ വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടാരോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പൂട്ട് തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണെന്നാണ്. മാത്രമല്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉപകരണത്തിലെ വിമർശിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക. അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് ആഴത്തിൽ മനസ്സിലാക്കുക. ടാരോയ്ക്ക് എന്ത് സാധിക്കും, എന്ത് സാധിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാരോയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവാഹം നടക്കുമെന്നോ, നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾ തിരിച്ചു വരുമെന്നോ ഒന്നും പ്രവചിക്കാനാകില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞുകൊള്ളട്ടെ സുഹൃത്തെ. പക്ഷേ അതേസമയം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ബ്ലോക്കേജ്, എന്ത് ഊർജ്ജം നിങ്ങൾക്ക് മാറ്റണം, അതേപോലെ പാറ്റേൺസ്. ഇപ്പോൾ നമുക്കറിയാം കർണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാറ്റേൺ ശരിയായിരുന്നില്ല. പല ഘട്ടത്തിലും അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിട്ട് പോലും ഹി വാസ് നോട്ട് റെഡി ടു ഗോ വിത്ത് ദി പാണ്ഡവാസ്. അദ്ദേഹം ആ ഒരു കൗരവപക്ഷത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ പാറ്റേൺസ് തിരിച്ചറിയുക. ഇനി എത്ര അറിവുണ്ടായാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവണം. ചില ഇതിലൊക്കെ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ പറയും ഇതാണെന്ന് നടക്കാനും പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രാവണൻ എങ്ങനെയാണോ ആസ്ട്രോളജിയിൽ അറിവുണ്ടായിട്ടും അദ്ദേഹം അത് ചെയ്യുന്നത്, അതേപോലെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് താങ്കളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടാരോ എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി നൽകുന്ന ഉപകരണമാണ്. ഇത് പണ്ട് കാലത്ത് എങ്ങനെയാണോ നാവികർക്ക് വടക്ക് നോക്കി യന്ത്രം ദിശ കാണിച്ചത്, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദിശ കാണിക്കാൻ ടാരോയ്ക്ക് പറ്റുള്ളൂ. അതായത് ഒരു GPS പോലെ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് പോലെ. ആ ദിശ കാണിച്ചാൽ പോലും ആ യാത്രയിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ ആർക്കും പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും മുകളിലായിട്ട് ഒരു യൂണിവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ കാണുന്നുണ്ടെന്നോ എന്ത് ഒരു ശക്തിയുണ്ട്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ താങ്കൾക്ക് പറയാൻ ആഗ്രഹിച്ചത്. ഇനി താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. എപ്പോഴെങ്കിലും ഇത് ഒരു ശാസ്ത്രീയ ഉപകരണമായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ വെബിനാറിൽ പങ്കെടുക്കണം. ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ താങ്കളോടെ കാണാനും പരിചയപ്പെടാനും ഞാൻ കാത്തിരിക്കും. താങ്ക് യു വെരി മച്ച് ഡിയേഴ്സ്. അൺടിൽ വി മീറ്റ്, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ, സൈനിങ് ഓഫ്.